അല്ല ഗൈസ്, അങ്ങനെ ഞാനും അണ്ണനും കൂടി ഇന്ന് കൊഞ്ചേറി ഉണ്ടാക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അണ്ണൻ തന്നെ ഗൈസ് എല്ലാം ചെയ്തത്, ഞാൻ കൂടെ നിന്ന് സഹായിച്ചെന്നേ ഉള്ളൂ. ഞങ്ങളുടെ രണ്ടാളുടെ റെസിപ്പിയല്ല ഗൈസ്, ഇത് യൂട്യൂബ് റെസിപ്പിയാണ്. തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുന അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനേക്കും അതിനകത്തോട്ട് സവാളയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന സാധനങ്ങളായിരുന്നു ഗൈസ്. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. നല്ല കണക്കൊന്ന് വാടി വരാനായിട്ട് ഉപ്പിട്ടിട്ട് അടച്ചു വെച്ച് കുറേ നേരം വേവിച്ചായിരുന്നേ. അടച്ചു വെച്ച് വേവിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നല്ലപോലെ വാടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അണ്ണനും കൂടെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് തക്കാളിയാണ് ആഡ് ചെയ്തത്. വെന്ത് വന്നപ്പോഴേക്കും ആവശ്യത്തിനുള്ള പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഞങ്ങൾ നല്ല കണക്കൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നപ്പോഴേക്കും തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇനി ഈ മസാല കൊഞ്ചിൻ്റെ എല്ലായിടും എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ച് അപ്പോഴേക്കും കൊഞ്ചിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുന്നത് ശീലം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ചൊന്ന് വെന്ത് വന്നപ്പോൾ തേങ്ങാപ്പാൽ നേരത്തെ വെച്ചിരുന്നതും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കിടിലൻ കൊഞ്ച് കറിയായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.